എന്തു പറ്റി? നിരാക്ഷയുടെ പടുകുഴിയിലാണെന്ന് തോന്നുന്നു. ആരാ മനസ്സിലായില്ല. ജീവിതത്തിന്റെ പടുകുഴിയിൽപ്പെട്ട് വിഷമിക്കുന്ന ഒരു പാവമാണ് ഞാൻ. നിങ്ങൾ ഏത് ദുഃഖത്തിന്റെ പടുകുഴിയിലാണ് പറയൂ. വട്ടാണെന്ന് തോന്നുന്നു. ഏതോ കുഴിയിൽ വീണ വട്ടുപിടിച്ചതാവും. ആഹാ, എന്നെ പോലെയുള്ള സംശയത്തിന്റെ പടുകുഴിയിലാണല്ലോ. നിങ്ങളുടെ പ്രശ്നത്തിന്റെ പടുകുഴി കാട്ടിത്തരൂ, ഞാനത് പരിഹരിച്ചു തരാം. ഞങ്ങളുടെ പ്രശ്നം പോട്ടെ, ആദ്യം ഒരു സംശയം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഈ പടുകുഴി പടുകുഴി എന്ന് എപ്പോഴും പറയുന്നത് എന്തിനാ? അതെന്റെ ഒരു ശീലമായി പോയി. ഞാൻ ആ ശീലത്തിന്റെ പടുകുഴിയിൽ വീണു. ദേ പിന്നെയും പടുകുഴി. വേഗം സങ്കടം പറയൂ, എനിക്ക് പരിഹരിക്കണം. ഷെടാ, ആദ്യം ചേട്ടൻ ആരെയെങ്കിലും രക്ഷിച്ചു കാണിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രശ്നം പറയാം. ദാ ഒരുത്തർ വരുന്നുണ്ട്. നിൽക്കൂ, കണ്ടാലേ അറിയാം നീ വിശപ്പിന്റെ പടുകുഴിയിലാണെന്ന്. താനാരാ? നിന്നെ ഞാൻ സങ്കടങ്ങളുടെ പടുകുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാം. എനിക്ക് വേറെ പണിയുണ്ട്. നിൽക്കൂ, എന്റെ വാക്കുകളെ അവഗണനയുടെ പടുകുഴിയിൽ തള്ളരുത്. ഇങ്ങേർക്ക് തന്താ കുഴി ഉണ്ടാക്കാനാണോ ജോലി? ഒന്ന് പോടോ. പറയുന്നത് കേൾക്കൂ. ഇങ്ങനെ പോയാൽ വിധിയുടെ പടുകുഴിയിൽ നീ വീഴും. നിന്റെ പാതയിൽ ചതിയുടെ പടുകുഴികൾ ഉണ്ട്, എനിക്കറിയാം. ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ലല്ലോ. അയ്യോ, അവസാനം പറഞ്ഞത് ഈ പടുകുഴിയെ പറ്റിയാ.